Hi friends, welcome back to our channel. Preview കാണുന്ന പോലെ തന്നെ നമ്മൾ ഇന്ന് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ്. കാർട്ടൂൺ എഡിറ്റിംഗ് കാരിക്കേച്ചർ എഡിറ്റിംഗ് എന്നൊക്കെ ഇതിനെ വിളിക്കും. നമ്മളിപ്പം മോസ്റ്റ്ലി എല്ലാവരുടെയും പ്രൊഫൈൽ പിക്ചർ കപ്പിൾ ഫോട്ടോസ് ഒരുപാട് ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ഇമേജ് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും ഓൾറെഡി. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എഡിറ്റിംഗ് ആണ്. ഞാൻ ബോത്ത് ബോയ്സ് ആൻഡ് ഗേൾസിന് വേണ്ടിയുള്ള സെയിം എഡിറ്റിംഗ് ചെയ്യുന്നുണ്ട്. ഇപ്പം ഫസ്റ്റ്ലി ബോയ്സിന് വേണ്ടിയാണ് ചെയ്യുന്നത്. ഗേൾസ് ആരെങ്കിലും വീഡിയോ ട്യൂട്ടോറിയൽ വേണം, നേരെ ഡിസ്ക്രിപ്ഷനിൽ പോകുക. അവിടെ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ നേരെ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്ത് ഗേൾസിന്റെ ട്യൂട്ടോറിയലിലോട്ട് പോകാവുന്നതാണ്. പ്ലേ സ്റ്റോറിൽ പോകുക, ടൂൺ എന്ന ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഞാൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അത് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യുക. അങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ട്. കണ്ടിന്യൂ, അങ്ങനെ എല്ലാം കണ്ടിന്യൂ ക്ലിക്ക് ചെയ്തതിന് ശേഷം നേരെ ലെഫ്റ്റ് സൈഡ് ടോപ്പിൽ കട്ട് ചെയ്യുക. അലോ കൊടുക്കുക. അലോ ചെയ്തിട്ട് ഗാലറി പോയി നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതായ പിക്ക് സെലക്ട് ചെയ്യുക. ഫേസ് നല്ലതായിട്ട് ക്ലിയർ ഉള്ള ഒരു പിക്ക് സെലക്ട് ചെയ്തിട്ട് അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഓക്കെ വെക്കുക. ഇന്റർനെറ്റ് കണക്ഷൻ വേണം. ഓൺലൈനായിട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. ഓക്കെ, കൺവേർട്ട് ചെയ്ത ഇമേജ് നെക്സ്റ്റ് പേജ് വരും. റൈറ്റ് സൈഡിൽ ടോപ്പ് ആരോ ഉണ്ട്, അത് ക്ലിക്ക് ചെയ്യുക. ഒരു ആഡ് വരും, അത് ക്ലോസ് ചെയ്യുക. നെക്സ്റ്റ് പേജ് ഇമേജ് വരും. കറക്റ്റ് ആണെങ്കിൽ നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ചേഞ്ച് ചെയ്യാം. നമുക്ക് അതിന്റെ ആവശ്യമില്ല. ഓക്കെ, അവിടെ ടോപ്പിൽ നെക്സ്റ്റ് കൊടുക്കുക. നേരെ സേവ് കൊടുക്കുക. ഈ രണ്ടാമത്തെ ആപ്പായ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. ഓക്കെ, ഈ ബാക്ക്ഗ്രൗണ്ട് ഇമേജസും ഈ പിക്സും, അതായത് കാരിക്കേച്ചർ പിക്സിന്റെയും എല്ലാം ലിങ്ക് ഞാൻ ഒരു ഫോൾഡറിലാക്കി ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. നമുക്ക് ഇഷ്ടമുള്ള കാരിക്കേച്ചേഴ്സ് സെലക്ട് ചെയ്തിട്ട് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യം ഒരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത്, ഇതായിരിക്കും മോസ്റ്റ്ലി എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട്. നമുക്ക് ഈ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. അതിനായി അഡ്ജസ്റ്റിൽ പോയിട്ട് അതിനകത്ത് ഹ്യൂ സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ വാല്യൂ ഇൻക്രീസ് ചെയ്യുകയും ഡിക്രീസ് ചെയ്യുകയും ചെയ്താൽ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, നമുക്കിനി ആ കാരിക്കേച്ചർ ഇമേജ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ആഡ് ചെയ്തിട്ട് സെൻട്രലായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഓക്കെ, അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഇനി രണ്ടാമത് ആ ടൂണിൽ നിന്നുള്ള എക്സ്പോർട്ട് ചെയ്തില്ലേ, ആ എക്സ്പോർട്ട് ഇതിനകത്ത് ഓപ്പൺ ചെയ്യുക. ഓക്കെ, അതിനകത്ത് താഴെ ഓപ്ഷൻ ഉണ്ട്, ഒരു കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ. ആ ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടിയ പോർഷൻ അതിൽ നിന്ന് കട്ടൗട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ടോപ്പ് റൈറ്റിലുള്ള ആരോ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഫേസ് സെലക്ട് ആയിട്ടുണ്ട്. സെലക്ട് ആവാത്ത ഭാഗം ഫോട്ടോത്തിലുള്ള റീസ്റ്റോർ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. നമുക്ക് വേണ്ടാത്ത പോർഷൻസ് എറൈസ് ചെയ്ത് ഓപ്ഷൻ എറൈസ് ക്ലിക്ക് ചെയ്ത് എറൈസ് ചെയ്ത് കളയാനും പറ്റും. ഓക്കെ, അതിൽ പ്രിവ്യൂ ക്ലിക്ക് ചെയ്ത് നമ്മുടെ ഇമേജ് കാണാൻ പറ്റും, നമ്മൾ എത്രമാത്രം സെലക്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത്. ഓക്കെ, നേരെ ഓക്കെ കൊടുക്കുക. നമുക്ക് വേണ്ടാത്ത പോർഷൻ ഇവിടുന്നും എറേസ് ചെയ്ത് കളയാൻ പറ്റും. ആ ഇമേജ് കാരിക്കേച്ചറിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം ഫേസിന്റെ കളറും ഹാൻഡിന്റെ കളറും സെയിം ആയിരിക്കണം. അതിനുവേണ്ടി താഴെയുള്ള അഡ്ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അവിടുന്ന് നേരെ ടെമ്പറേച്ചർ, ലാസ്റ്റ് ഓപ്ഷനായ ടെമ്പറേച്ചർ സെലക്ട് ചെയ്തിട്ട് രണ്ടിനും സിങ്ക് ആവുന്ന കളർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇങ്ങനെ ഒരുപാട് ഇമേജസ് ചെയ്യാൻ പറ്റും. ഞാൻ ഒരുപാട് കാരിക്കേച്ചേഴ്സിന്റെ PNG ഡിസ്ക്രിപ്ഷനിൽ ഒരു ഫോൾഡറാക്കി കൊടുത്തിട്ടുണ്ട്. ചെയ്യുന്നവർ ഉണ്ടെങ്കിൽ പോയി ചെക്കൗട്ട് ചെയ്യുക. ഹെഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം നേരെ ടോപ്പിലുള്ള ടിക്ക് കൊടുക്കുക. നേരെ എക്സ്പോർട്ട് ചെയ്യുക. ഗേൾസിൻ്റെ എഡിറ്റിങ്ങിനകത്ത് നമുക്ക് വേണ്ട ഇമേജ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങളുടെ ഇമേജ് ആണെങ്കിൽ നിങ്ങളുടെ ഇമേജ് സെലക്ട് ചെയ്യുക. നേരെ സെലക്ട് ചെയ്തിട്ട് നേരെ ഓക്കെ കൊടുക്കുക. നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യുക. ഓക്കെ, അത് നേരെ ഡയറക്റ്റായിട്ട് കാർട്ടൂൺ ഇമേജ് ആയിട്ട് മാറുന്നതാണ്. ഓക്കെ, ടോപ്പിൽ കട്ട് കൊടുക്കുക. അപ്പോൾ ആഡ് വരുന്നത് അത് ക്ലോസ് ചെയ്യുക. ഓക്കെ, ഇത് ഒന്നും ചെയ്യേണ്ട, ഡയറക്റ്റ്ലി അപ്ലൈ കൊടുക്കുക. സേവ് ടു ഡിവൈസ് കൊടുക്കുക. ഓക്കെ, നേരെ ഇനി പിക്സാർട്ട് ഓപ്പൺ ചെയ്യുക. പിക്സാർട്ട് ഓപ്പൺ ചെയ്തിട്ട് ഓൾറെഡി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെ കാരിക്കേച്ചർ പിക്ചേഴ്സ് ബാക്ക്ഗ്രൗണ്ട്സ് ഒക്കെ ഞാൻ ഓൾറെഡി ഒരു ഫയലാക്കി താഴെ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തിട്ടുണ്ട്. വേണ്ടിയവർ നേരെ പോയി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. പാസ്വേഡ് ഒന്നുമില്ല, ഡയറക്റ്റ്ലി ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ഇവിടെ പറഞ്ഞ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് മറ്റേ കാർട്ടൂൺ ആപ്പ് ചെയ്ത് ആ ഇമേജ് ഇതിനകത്തോട്ട് എക്സ്പോർട്ട് ചെയ്യുക. നേരെ കട്ടൗട്ട് കൊടുക്കുക. കട്ടൗട്ട് ചെയ്തിട്ട് നമുക്ക് വേണ്ടതായിട്ടുള്ള പോർഷൻ, അതായത് ഫേസ് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് എറൈസ് ഓപ്ഷൻ ഉണ്ട്, റീസ്റ്റോർ ഓപ്ഷൻ ഉണ്ട്. ഓക്കെ, നമ്മളിപ്പം എറൈസ് ചെയ്തത് ഇപ്പം കൂടിപ്പോയെങ്കിൽ നേരെ റീസ്റ്റോർ വെക്കുക. ആ പോർഷൻ, ആ റെഡ് വരുന്ന പോർഷൻ സെലക്ട് ആവുന്നതാണ്. സെലക്ട് ചെയ്യുക. വേണ്ടാത്ത പോർഷൻസ് ഒക്കെ എറൈസ് ചെയ്ത് കളയുക. പിന്നെ ഹെയർ ഒക്കെ വരുന്നത് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളതാണ്. ടൈം എടുത്ത് പയ്യെ ചെയ്താൽ മതി. ഈ എഡിറ്റിംഗ് വളരെ സിമ്പിളാണ്. ഓക്കെ, സെലക്ട് ചെയ്തിട്ട് നേരെ മുകളിൽ സേവ് കൊടുക്കുക. എന്നിട്ട് നേരെ നമുക്ക് വേണ്ടി പോർഷൻ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക. ഇതിൽ എക്സ്ട്രാ വന്നിട്ടുണ്ടെങ്കിൽ നേരെ ടോപ്പിൽ എറൈസ്, ഒരു റബ്ബറിൻ്റെ സിമ്പിളുള്ള ഒരു എറൈസ് ബട്ടൺ ഉണ്ട്, അത് നേരെ സെലക്ട് ചെയ്ത് എറൈസ് ചെയ്ത് കളയുക. വൈറ്റ് പോർഷൻ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ എറൈസ് ചെയ്ത് കളയുക. എന്നിട്ട് ഈ ഫേസിൻ്റെയും ബോഡിയുടെയും സെയിം കളർ വരാൻ വേണ്ടി ഓക്കെ, അത് ഈ അഡ്ജസ്റ്റ് ഓപ്ഷൻ ഉണ്ട്. അത് ഈ ടെമ്പറേച്ചർ സെലക്ട് ചെയ്തിട്ട് അത് മാക്സിമം ആക്കി വെക്കുക.
ഇവിടുത്തെ ഇമേജിനനുസരിച്ച് ഓക്കെ നിങ്ങളുടെ ഇമേജ് ഡാർക്ക്നെസ് ആണെങ്കിൽ ഇമേജിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക, നേരെ എക്സ്പോർട്ട് ചെയ്യുക. ഓക്കെ, ഇത്രയേ ഉള്ളൂ ചെയ്യാൻ. വളരെ സിമ്പിളായിട്ടുള്ള എഡിറ്റിംഗ് ആണ്. ഓക്കെ, നമുക്ക് പ്രിവ്യൂ കണ്ടു നോക്കാം. ഇൻസ്റ്റഗ്രാം ഫോളോ ചെയ്യാത്തവർ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതിൽ പോയി ഫോളോ ചെയ്യുക. നിങ്ങളുടെ ക്രിയേറ്റീവായിട്ടുള്ള എഡിറ്റിംഗ് പിക്സ് അതിൽ ടാഗ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.